അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സിപിഎം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി. ജയരാജനും ടി വി രാജേഷും വിചാരണ നേരിടണം. ഇരുവരും നൽകിയ വിടുതൽ ഹർജി കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതി തള്ളി. കേസിൽ ഇരുവർക്കുമെതിരെ ചുമത്തിയ ഗൂഢാലോചനാ കുറ്റം കോടതി ശരിവെച്ചു. കൊലപാതകത്തിലോ ഗൂഢാലോചനയിലോ നേരിട്ട് പങ്കില്ലെന്ന വാദമുയർത്തിയാണ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സിപിഎം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയിൽ വിടുതൽ ഹർജി നൽകിയത്. 2023 ജനുവരിയിൽ സമർപ്പിച്ച വിടുതൽ ഹർജിയിൽ ഷുക്കൂറിന്റെ അമ്മ ആത്തിക്കയും കോടതിയിൽ സിപിഎം നേതാക്കൾക്കെതിരെ കക്ഷി ചേർന്നിരുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകർ സിപിഎം നേതാക്കൾ സഞ്ചരിച്ച കാറിന് നേരെ കല്ലെറിഞ്ഞതിന്റെ പ്രകോപനത്തിലാണ് 2012 ഫെബ്രുവരിയിൽ ഷുക്കൂറിനെ പരസ്യ വിചാരണ നടത്തി കൊലപ്പെടുത്തിയെന്നാണ് സിബിഐയുടെ കേസ്. ഇതിനുള്ള ഗൂഢാലോചന തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ വെച്ച് നടന്നുവെന്നാണ് സിബിഐയുടെ കുറ്റപത്രം. യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ആക്രമണത്തിന് പിന്നാലെ സഹകരണ ആശുപത്രിയിലെത്തിയ പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തുമ്പോൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഇതിനായി കോൾ ഡേറ്റ റെക്കോർഡുകളും മൊബൈൽ ടവർ ലൊക്കേഷനും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇക്കാര്യം പരിശോധിച്ചാണ് അന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജന്റെയും MLA ആയിരുന്ന ടി വി രാജേഷിന്റെയും വിടുതൽ ഹർജി സിബിഐ കോടതി തള്ളിയത്. നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കിയായിരുന്നു പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. പിന്നീട് അബ്ദുൾ ഷുക്കൂറിന്റെ മാതാവ് ആത്തിക സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി കേസ് അന്വേഷണം സിബിഐക്ക് വിടുകയും തുടരന്വേഷണത്തിൽ പി ജയരാജനെയും ടി വി രാജേഷിനെയും 32, 33 പ്രതികളാക്കുകയായിരുന്നു. ജനം, കൊച്ചി.